ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ളതിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ് കേട്ടോ. ഓണം എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷനാണ്. അപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശരി, ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ മക്കൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. എങ്കിൽ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, ഹൗ ദീസ് ലിവിങ് ബീയിങ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബെയറബിൾ കോൾഡ് എക്സെട്ര. ഈ ജീവികളെല്ലാം തന്നെ നല്ല ശക്തിയായ തണുപ്പും ശക്തിയായ ചൂടൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? Fur of goat, feathers of parrots and tortoise shell provide protection like a clothing in unfavorable weather conditions. Next question, have you ever thought about the way in which humans faced such situations? മനുഷ്യർ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? The clothing needed for humans had to be shaped with the materials available in nature. Broad leaves, animal skins and tree barks were used as clothing in early times. Clothes were made by stitching together natural materials. Fibers obtained from plants and animals were used to make clothes. Next question, how does clothing become useful to us? Complete the list by adding more details. Clothing എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? Protection from cold, protection from heat, maintains body temperature, protection from insects, protection from germs. Clean clothing boosts self-confidence. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? ആദിമകാലത്തുള്ള മനുഷ്യർ എന്തായിരുന്നു ക്ലോത്തിങ്ങിന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ്? ബാർക്ക് ഓഫ് ട്രീസ്, ആനിമൽ സ്കിൻസ്, ബ്രോഡ് ലീവ്സ് ആൻഡ് ഗ്രാസ്. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? ആദിമകാലത്തുള്ള മനുഷ്യരുടെ ക്ലോത്തിങ് നമ്മളുടെ ഇന്നത്തെ കാലത്തെ പോലെ ആയിരുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? ഏർലി ഹ്യൂമൻസ് ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു അഡ്വാൻസ്ഡ് മെഷീനറി, വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഓർ ടെക്നിക്സ് ഫോർ ക്ലോത്ത് മാനുഫാക്ചറിങ്. റൈറ്റ് അബൌട്ട് ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ്. ആദിമകാലത്തുള്ള മനുഷ്യരുടെ വസ്ത്രനിർമ്മാണ രീതിയെക്കുറിച്ച് ഒരു പാരഗ്രാഫിൽ എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹ്യൂമൻസ് യൂസ്ഡ് മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് ക്ലോത്തിങ് വെൻ ദേ ലിവ് ബൈ ഹണ്ടിങ്. ദേ യൂസ്ഡ് ഗ്രാസ്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഹൈഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. Horn and bone of animals were used as needles and tools to make cloths. They also made clothes by cleaning and softening animal skins and fur. Next question, what is weaving? Fibers were combined and spun to make long yarns. Weaving is the technique of making cloth with these yarns. What are handloom cloths? Handloom cloths are cloths woven on handloom using yarns. Which are the major handloom centers in Kerala? Balaramapuram in Thiruvananthapuram district, Kuthumpalli in Thrissur district and Kannur are major handloom centers. What increased the demand for clothing? ക്ലോത്തിങ്ങിൻ്റെ ഡിമാൻഡ് കൂട്ടാനുള്ള കാരണം എന്തായിരുന്നു? ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ദ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. വാട്ട് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് വുവൺ ക്ലോത്തിങ്? People realized that clothes woven from yarns were better than animal skins. This led to the spread of woven clothes. Write about the history of cloth making. In the early days, clothes were made by hand using yarns from the cotton and jute. The method of making cloth using wooden looms was developed later. The increase in the need of clothing led to the invention of weaving equipment. The invention of handloom was a breakthrough in the field of cloth manufacturing. Clothes were colored with a dye made from indigo plant. The progress in science has led to the invention of new machines such as spinning jenny. The rise in population increased the demand for clothing. The handloom was later replaced by the power loom. Next question, changes brought by the use of machinery in the manufacture of cloth. മാനുഫാക്ചറിങ് ക്ലോത്തിൻ്റെ മേഖലയിൽ നമ്മളുടെ മെഷീനറീസ് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്, റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, ക്വാളിറ്റി ക്ലോത്തിങ്, സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ്സ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ സ്പീഡ്. What are natural fibers? Natural fibers are produced from animals and plants. Example, from animals, wool is produced from sheep, silk is produced from silkworm. From plants, cotton and jute fibers are produced from cotton and jute plants respectively. What are synthetic fibers? Synthetic fibers are produced from chemicals such as petroleum. Synthetic fibers are generally less expensive to produce clothes than natural fibers.
It also has the advantage of not wrinkling quickly. Example, polyester, nylon, rayon, etc. Complete the table by finding the organisms and plants from which natural fibers were produced. Wool from sheep, silk from silkworm, cotton from cotton plant, jute from jute plant. What are the factors that influence clothing? Climate, customs, positions of power, employment, and regional differences influence clothing. Next question. What do you understand from the proclamation issued by Uttram Tirunal Marthandavarma in 1859? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഈ പ്രൊക്ലമേഷൻ. അപ്പോൾ അത് വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണ് ആൻസർ? ദ പ്രൊക്ലമേഷൻ റിവീൽസ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം പ്രിവെൻറ്റഡ് certain sections of the people from wearing clothes as they wish. The proclamation issued by Uttram Tirunal Marthandavarma, the king of Travancore in 1859, granted the right to women of the lower castes of southern Kerala to wear the upper clothes. How did Gandhiji use charka and khadi clothing as a weapon of agitation against the British? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ നോക്കിക്കേ. ഗാന്ധിജി മെയ്ഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. He encouraged khadi clothes made by spinning in the charka and exhorted people to wear khadi clothes. Gandhiji turned the freedom struggle into a mass movement by making clothes as a weapon of struggle. Charka became a symbol of Swadeshi movement, and wearing khadi clothes and khadi caps became a symbol of patriotism. What are the factors that strongly influence today's clothing? Personal preferences, interest, convenience, change in beauty concepts, advertisements, movies, social media. What are the employment sectors in the cloth manufacturing sector? Weaving, spinning, dyeing, designing, embroidery, sewing, costume design. How can we convert used and unwanted clothing into useful materials? Can make carpets from the scrap clothes, can make handicraft products from old clothing, can make bags from old clothes, can collect used clothing for relief camps, can make craft products such as flowers, wall hanging, toys, etc., can make curtains, pillow covers, hairbands, etc. ഇനി കുറച്ച് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഇൻവെൻറ്റഡ് സ്പിന്നിങ് ജെന്നി? ആൻസർ ജെയിംസ് ഹാർഗ്രീവ്സ്. ഹു ഇൻവെൻറ്റഡ് ദ പവർ ലൂം? ആൻസർ എഡ്മണ്ട് കാർട്ട്റൈറ്റ്. The struggle for women's right to cover the upper part of their bodies in southern Travancore in the early 19th century is known as upper cloth agitation. When is National Handloom Day? Answer August 7th. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാത്തിൻ്റെയും ആൻസർ ക്ലിയർ ആയിട്ട് തന്നെ എഴുതി തന്നിട്ടുണ്ട്. നല്ലതുപോലെ മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ. മലയാളം മീഡിയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം മീഡിയം കണ്ടു നോക്കാം. എന്നിട്ട് ഈ ആൻസർ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്